കുറച്ച് ദിവസമായി വിജയകുമാർ ഇലക്ഷൻ സ്റ്റാൻഡ്. വിജയകുമാർ ഈ വരവേ ഇല്ലാതെ കുറച്ച് ദിവസമായി. എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ വിചാരിക്കും ഇങ്ങനെ നടന്നാലോ. ഓക്കെ, നമ്മൾ അതിനിടയ്ക്ക് ഒന്ന് സർവേ നമ്മൾ മണ്ഡലങ്ങളിലൊക്കെ പോയി സൂചനകളൊക്കെ നൽകി. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവർക്കും സ്വാഗതം. ഞാനും എസ് വിജയകുമാറും തുടങ്ങുകയാണ് ഇലക്ഷൻ സ്റ്റണ്ട്. ഇലക്ഷൻ സ്റ്റണ്ട് സ്റ്റണ്ട്. അതെ. വിജയകുമാർ, സംസ്ഥാനത്ത് ഇനി പരസ്യ പ്രചാരണത്തിൽ വെറും 10 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതെ അതെ. ഈ താരപ്രചാരകരൊക്കെ കേരളത്തിലേക്ക് വരികയാണ്. നേതാക്കന്മാരെല്ലാം വരുന്നു. അതെ, ഇന്ന് പ്രധാനമന്ത്രി രാത്രി കൊച്ചിയിലെത്തും. രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് നാളെ തൃശ്ശൂർ ജില്ലയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട് പ്രോഗ്രാം. നമുക്ക് മനസ്സിലാകുന്ന ഇതുവരെ കണ്ടതൊന്നും അല്ല. ഇനി കാണാൻ പോകുന്നതാണ് പൊടിപൂരം. ഓക്കെ, ആവേശം കൊടുമുടി കയറ്റാൻ ഏറ്റവും തിളക്കമുള്ള 2 താരപ്രചാരകർ സംസ്ഥാനത്ത് കളത്തിൽ ഇറങ്ങുകയാണ്. NDAക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UDFന് വേണ്ടി രാഹുൽ ഗാന്ധിയും എത്തുന്നുണ്ട്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കത്തിക്കും എന്നാണ് BJP. അത് കത്തിക്കാനുള്ള നീക്കം നടക്കുന്നു. ഈ ലോക്സഭാ ഇലക്ഷനിൽ ഒരുപാട് വിഷയങ്ങൾ വന്ന് കത്തുന്നു. അതുകൊണ്ട് ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് കിട്ടുന്നില്ല. അപ്രതീക്ഷിതമായ പല വിഷയങ്ങളും ഓർക്കാപ്പുറത്ത് വന്ന് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലമായ വയനാടിന് പുറമെ മറ്റു മണ്ഡലങ്ങളിലും പ്രചാരണത്തിനിറങ്ങും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഈ വിഷു ദിവസം എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷു ആശംസകൾ നേരുന്നു. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഈ വിഷു ദിനത്തിൽ യഥാർത്ഥത്തിൽ ഈ അബ്ദുൾ റഹീമിന് മോചനം ലഭിക്കാൻ പോകുന്നു. 2 മാസം എടുത്ത് പരമാവധി ഉണ്ടാക്കും. അദ്ദേഹം കരിപ്പൂരിൽ വിമാനം ഇറങ്ങും. എന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ പോയി വിജയം. വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ പറഞ്ഞു. 18 കൊല്ലം ജയിലിൽ കിടന്ന ഒരാളിന്റെ ടെലിഫോൺ ആദ്യമായിട്ടൊരു ടെലിവിഷൻ ചാനലിലൂടെ പുറത്തുവിടാൻ നമുക്കായി. സംസാരിക്കാൻ പറ്റിയെന്നുള്ളത്. അങ്ങോട്ട് ഫോൺ ചെയ്യാൻ പറ്റില്ല, ജയിലായതുകൊണ്ട്. അവരുടെ കാരുണ്യത്തിൽ ഇങ്ങോട്ട് വിളിക്കാനേ പറ്റൂ. ഞാൻ അവിടെ ഇരുന്ന ഉമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റഹീം വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സൗദിയിലെ ജയിലിൽ കിടക്കുന്ന റഹീമാണ്. ഞാൻ വിചാരിച്ചു അവിടെ കിടക്കുന്ന ഏതോ റഹീമാണെന്ന് വിചാരിച്ച് ഞാൻ മലപ്പുറത്തെ റഹീമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുക്കുമ്പോഴാണ് ജയിലിൽ നിന്നുള്ള റഹീമാണ്. ഞാൻ അമ്പരന്ന് പോയിരിക്കും. അത് വലിയൊരു എനിക്കൊരു വിഷു ഗിഫ്റ്റ് പോലെ തോന്നി. മാത്രമല്ല അവസാനം അദ്ദേഹം ഇത്രയും ആളുകൾ സഹായിച്ചു. 34 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വിതുമ്പിപ്പോയി. ഉമ്മയും കൂടെ കരഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മയുടെ കൈ പിടിച്ച് റഹീം കയറുന്ന ദിവസം വരെ 24 ഒക്കെ അങ്ങേ കൂടെ ഉണ്ടാവും. മറ്റുള്ള ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരുപാട് പേരാണ് ചേർന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് ആര് ക്രെഡിറ്റ് എടുക്കുന്നുള്ള ഒന്നും അല്ല പ്രശ്നം. അന്തിമമായി റഹീമിന്റെ മോചനമാണ് ഏറ്റവും പ്രധാനം. ഇനി കുറേ കടമ്പകൾ കടക്കാനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഉമ്മയോട് ചോദിച്ചു, വിജയകുമാർ, അതായത് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറക്കി കൊണ്ടുവന്നാൽ പോരെ, കരിപ്പൂരിൽ തന്നെ ഇറക്കണം? ഇല്ലില്ല, കരിപ്പൂരിൽ തന്നെ വേണം. അത്രയും മണിക്കൂർ എനിക്ക് താങ്ങാൻ പറ്റില്ല. കാര്യം ആ ഉമ്മ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 18 കൊല്ലമായി അല്ലേ? ചെറിയൊരു കാത്തിരിപ്പല്ല. 18 വർഷത്തിന് ശേഷം ആ ഒരു അത് സാധ്യതപ്രായമാകുന്നു. അതാണ് മാത്രമല്ല കേരളത്തിൽ ഇത് ആദ്യ സംഭവമാണ്. 34 കോടി രൂപയൊക്കെ ഒരു 6-7 ദിവസങ്ങൾ കൊണ്ട് 3 ദിവസം ബാക്കി കിടക്കുക. അതിനു മുമ്പ് തന്നെ ആ ഭരണി നിറച്ചു. നമ്മൾ സ്ക്രീനിൽ കൊടുത്തതാണല്ലോ ഈ ഭയങ്കര വേഗത്തിൽ നമ്മൾ ഈ പെട്രോൾ പമ്പിലൊക്കെ മലയാളീസ്. നിങ്ങൾ ചെയ്തത് ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യന്റെ തലയുടെ മേളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിയ ഒരു വധമാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. നമുക്കിനി അടുത്ത ഇതിലേക്ക് പോയില്ല. എന്തായാലും താങ്ക്സ് ടു ഓൾ മലയാളീസ്. നിങ്ങൾ 24-നൊപ്പം മറ്റുള്ള ആളുകൾക്കൊപ്പം ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇത് ഈ റഹീമിന്റെ ഈ മോചനം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ ഒരു സഹായ സമിതി ജിദ്ദയിൽ രൂപീകരിച്ചിട്ടുണ്ട്. റിയാദിലെ ഒരു ജയിലിലാണ് അദ്ദേഹം കിടക്കുന്നത്. ഇപ്പം 34 കോടി രൂപ കടന്നാൽ കുറേ നിയമപ്രശ്നങ്ങളുണ്ട്. കാര്യം കോടതിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടുത്തെ ഉന്നതമായ കോടതിയിൽ നിന്നാണ് ഈ വിധി വന്നത്. അതുകൊണ്ട് കോടതി വഴി തന്നെ നിയമപരമായി തന്നെ നേരിടണം. അത് കുറച്ച് ആഴ്ചകൾ എടുക്കും, ചിലപ്പോൾ മാക്സിമം 2 മാസം. പക്ഷേ എത്ര ദിവസങ്ങൾ കുറയ്ക്കാമോ അത് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമവും ഉണ്ടാകുമെന്ന് 24ന്റെ ചെയർമാൻ കൂടിയായ ആലിഖ് മുഹമ്മദ് കഴിഞ്ഞ രാത്രി കൂടി എന്നോട് പറയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രദ്ധയും, ഗൾഫിലെ മലയാളികളുടെ എല്ലാ ശ്രദ്ധയും ഇക്കാര്യത്തിലുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം സംസാരിച്ച MA യൂസഫ് അലിയും അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് സാധ്യമായ എല്ലാം അദ്ദേഹവും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഓക്കെ, റെഡി. അപ്പോൾ ഇതാ SKN ഒരു പ്രധാനപ്പെട്ട വിവരം വരുന്നു. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് നടി ശോഭന. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് ആദ്യം മലയാളം പഠിക്കട്ടെ എന്നായിരുന്നു. ഇതുവരെ മലയാളം പഠിച്ചില്ലേ ശോഭന? ഇനിയും കുറെ കൂടി പഠിക്കാം. ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ ഈ മലയാളം മാത്രമല്ല കുറച്ച് കടുത്ത മലയാളം വേണ്ടി. അതെ, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശോഭന അവിടെ BJP സ്ഥാനാർത്ഥി ദൃശ്യങ്ങളാണല്ലേ? റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ദൃശ്യങ്ങളിൽ കാണാം ശോഭന ഈ റോഡ് ഷോയുടെ ഭാഗമായി
വോട്ടഭ്യർത്ഥിച്ച് തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. നാളെ പ്രധാനമന്ത്രിയോടൊപ്പം ആ ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട് എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു, അതും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ശോഭന സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ സൂചനയാണോ എന്നതിന് അത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന മട്ടിലായിരുന്നു അവരുടെ മറുപടി, അല്ലേ? ശോഭനയുടെ സ്വഭാവം അനുസരിച്ചാണ് അപ്പൊ തന്നെ നോ എന്ന് പറയേണ്ടത്, നോ പറഞ്ഞില്ല. അപ്പൊ അതിനകത്തൊരു സാധ്യതയുണ്ട്, ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടതേ അല്ലേ? അലക്സ് റാം മുഹമ്മദ്, വിശദാംശങ്ങൾ. SKN വിജയകുമാർ, ഗുഡ് ഈവനിങ്. സൂചിപ്പിച്ചത് വളരെ ശരിയായ കാര്യമാണ്. കാരണം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പരിഗണിക്കപ്പെട്ട പേരുകളിൽ ചില കലാരംഗത്ത് നിന്നുള്ള ചില ആളുകളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു. അതിൽ ഉയർന്നു കേട്ട ഒരു പേര് ശോഭനയുടെ പേരായിരുന്നു. അന്ന് ശോഭനയുമായി ബന്ധപ്പെട്ട് നമ്മളിതിന്റെ പ്രതികരണം ആരായാനൊക്കെ ശ്രമിച്ചു. പക്ഷെ അന്ന് അവർ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. രാഷ്ട്രീയത്തിലേക്ക് എന്ന സൂചന പോലും അന്ന് അവർ നൽകിയില്ല. പക്ഷേ അതിനു മുമ്പ് നരേന്ദ്രമോദി പങ്കെടുത്ത വനിതാ സംഗമത്തിൽ ശോഭന പങ്കെടുത്തത് വലിയ വാർത്തയായിരുന്നു. ശോഭനയ്ക്ക് അത്തരത്തിൽ ഒരു BJP അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തോട് അടുത്ത് നിൽക്കുന്ന ശോഭന എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടന്നൊരു പശ്ചാത്തലമായിരുന്നു. അതിനിടയിലാണ് വിഷു ദിനമായ ഇന്ന് ശോഭന തിരുവനന്തപുരത്തേക്ക് എത്തുന്നതും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് താൻ പിന്തുണ നൽകുന്നുവെന്ന് പരസ്യമായി ശോഭന പ്രഖ്യാപിക്കുന്നതും ഇന്ന് അല്പം മുമ്പാണ് നടന്നത്. ആ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമങ്ങൾ സ്വാഭാവികമായ ചോദ്യം ശോഭനയോട് ചോദിച്ചത്, ശോഭന രാഷ്ട്രീയത്തിലേക്കാണോ എന്ന ചോദ്യം ചോദിച്ചത്. പക്ഷെ അവർ ആ ചോദ്യം അവർ തള്ളിക്കളഞ്ഞില്ല. അവർ പറഞ്ഞത്, ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, താനാദ്യം മലയാളം ഒന്ന് പഠിക്കട്ടെ എന്നൊരു മറുപടിയാണ് ശോഭന നൽകിയത്. എന്താണെങ്കിലും അത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ശോഭന രാഷ്ട്രീയത്തിലേക്കുണ്ടോ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ റോഡ് ഷോയാണ്. നെയ്യാറ്റിൻകര TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ അത് നെയ്യാറ്റിൻകര ജംഗ്ഷനിലേക്ക് എത്തും. നെയ്യാറ്റിൻകര ജംഗ്ഷൻ വരെ ശോഭന ഈ റോഡ് ഷോയുടെ ഭാഗമാകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. ശോഭനയെ കാണുന്നതിന് വേണ്ടി ഈ റോഡിന്റെ ഇരുവശത്തും നാട്ടുകാരടക്കം തിങ്ങിക്കൂടിയിട്ടുണ്ട്. വലിയ രീതിയിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ ഈ BJP ഈ ശോഭന ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രചാരണം അത് മൈക്ക് അനൗൺസ്മെന്റ് വഴി നടത്തിയത് നമ്മൾ കണ്ടതാണ്. SKN ഒരു ചോദ്യം ചോദിച്ചു. ശോഭന മാം, വെൽക്കം ടു കേരള. ഇല്ല സംശയം, ആക്റ്റീവ് പൊളിറ്റിക്സിലെ ഇല്ല. He's a very capable candidate. That's why I'm here. മതി പോരെ, ഉണ്ട്. വളരെ 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 കൃത്യമായി ഷാർപ്പായി ശോഭന ആ കാര്യങ്ങൾ വിശദീകരിച്ചു. 24-നാണ് നമ്മൾ കേട്ടതാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഒരു ക്യാപ്പബിൾ കാൻഡിഡേറ്റ് ആണ് എന്നാണ് ശോഭന പറഞ്ഞത്. അതുകൊണ്ടാണ് ശോഭനയ്ക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി അവർ ഇവിടെ എത്തിയത് എന്നാണ് ശോഭന വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, നാളെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതിലൊന്ന് ആലത്തൂരാണ്, ഒന്ന് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങലിൽ കാട്ടാക്കടയിലാണ് ഈ പരിപാടി നടക്കുന്നത്. ആ പരിപാടിയിൽ ശോഭന പങ്കെടുക്കും എന്നുള്ളതാണ് അവരിപ്പോൾ അറിയിച്ചത്. വലിയ ആവേശത്തിലാണ് പാർട്ടി പ്രവർത്തകർ. നടന്ന് ഞാനും അല്പം കിതച്ചിട്ടുണ്ട്. കിതപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ ചോദ്യം ചോദിക്കാം അല്ലേ? അലക്സ് റാം മുഹമ്മദ്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ ഈ മത്സരം വളരെ കടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ആദ്യമൊക്കെ ഉള്ള രീതിയല്ല ഇപ്പോൾ. വളരെ മത്സരം കടുത്ത് ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഇത് പോയിട്ടുണ്ടോ, അതോ എങ്ങനെയാണ് മത്സരത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവം? SKN തീർച്ചയായും മത്സരത്തിന് പൂർണ്ണമായ ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഈ ആളുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക് പരിചിതനല്ലാത്ത സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു ഒരു ഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യം. പക്ഷേ അത് പൂർണ്ണമായി മാറ്റുന്ന തരത്തിൽ അദ്ദേഹത്തിന് പ്രചാരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. BJP പ്രവർത്തകർ ആ തരത്തിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണം ഏകോപിപ്പിച്ചത്. ഒരു ത്രികോണ മത്സരത്തിന്റെ എല്ലാ ചൂടും തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് അല്ലെങ്കിൽ BJPക്ക് സാധാരണ നിലയിൽ എത്താൻ പറ്റാത്ത മേഖലയാണ് തീരദേശം, അതുപോലെ റൂറൽ മേഖലയൊക്കെ. ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം അവർ നടത്തുന്നു, പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഈ നടക്കുന്ന പ്രചാരണം, ഈ റോഡ് ഷോ അത് നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം സ്വാഭാവികമായി BJPക്ക് വോട്ട് കുറവുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലേക്ക് കൂടുതൽ ഈ പ്രചാരണം എത്തിക്കുന്നു. കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ, പ്രവർത്തകരെ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള കലാരംഗത്ത് നിന്നും മറ്റിടങ്ങളിൽ നിന്നുമൊക്കെയുള്ള ആളുകളെ എത്തിക്കുന്നു. പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കുന്ന പരിപാടി പോലും റൂറൽ മേഖലയിലാണ്. അത് കാട്ടാക്കട മണ്ഡലത്തിലാണ് എന്നുള്ളതാണ്. അങ്ങനെ
ശരി, അലക്സും ക്ഷീണിതനായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലവണ്ണം അതിനൊപ്പം കിതയ്ക്കുന്നു. നടന്നിട്ട് അല്ലേ? മാത്രമല്ല പ്രേക്ഷകരെ നമ്മളെ തല്ലും. അതെ, അതെ, കാരണം അതെ. ഇങ്ങനെ കിതയ്ക്കുന്ന ഒരാളിനെ കൊണ്ട് കുതിപ്പ് നടത്താൻ അതെ, ശ്രമിക്കുന്നു. അലക്സ് അതിനൊപ്പം സാവധാനം സഞ്ചരിച്ച് വിവരങ്ങളൊക്കെ അതെ, അതെ, ശേഖരിക്കുക. അതെ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരാം. എന്തായാലും കിതപ്പ് കൂടുന്നെങ്കിൽ കൺസൾട്ട് ഡോക്ടർ. അതെ, അതെ. അല്ലേ? ഓക്കേ. ഓക്കേ. തീർച്ചയായും. അപ്പൊ വിജയകുമാർ, ഇനി നമുക്ക് ഇലക്ഷൻ ഹോട്ട്. അതെ. ഇലക്ഷൻ ഹോട്ട്. അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. 24-ന്റെയും ഫ്ലവേഴ്സിൻ്റെയും വിഷു ആശംസകൾ. പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് 9ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകുന്ന പിൻബലം ഞങ്ങളത് വാക്കുകളിൽ കൊരുത്തിട്ട് അത് ഔപചാരികമാക്കുന്നില്ല. നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും അത് എത്ര കാലം പറഞ്ഞാലും തീരാത്തത്ര വാത്സല്യമാണ് നിങ്ങൾ കാണിക്കുന്നത്. അതിനൊക്കെ നന്ദി എന്ന് നമ്മൾ പറഞ്ഞേ പറ്റൂ, അല്ലേ വിജയകുമാർ? തീർച്ചയായിട്ടും. കാര്യം വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് 24 വീട്ടിലെ ഏറ്റവും അനിവാര്യമായിട്ടൊരു ചാനലാക്കി മാറ്റിയത്. മലപ്പുറത്തൊക്കെ ഇന്നലെ കോഴിക്കോട് പരിസര പ്രദേശങ്ങളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, തിരൂരിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പ്രേക്ഷകർ കാണിക്കുന്ന ഒരു ആവേശവും അവർ ഈ 24 കാണിക്കുന്ന ഒരു സ്നേഹവും നമ്മളെയൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു ബന്ധവും അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ തീക്കൊള്ളി കൊണ്ട് എഴുതി സൂക്ഷിക്കുകയാണ്. കാരണം നിങ്ങളാണ് നമ്മൾ ഒന്നിച്ച് നടന്ന യാത്രയിലെ എല്ലാം. അപ്പോൾ വിജയകുമാർ, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ ഇലക്ഷൻ ഹോട്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട പോളിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ BJPയും പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. കോൺഗ്രസിനെ പോലെ തന്നെ വാഗ്ദാന പെരുമഴയാണ് BJPയുടെ പ്രകടന പത്രികയിലും. ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള മുൻ വാഗ്ദാനങ്ങളെല്ലാം BJP ആവർത്തിക്കുന്നുണ്ട്. യുവ വോട്ടർമാരെയാണ് BJPയും കോൺഗ്രസും ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മുടെ പ്രേക്ഷകർക്കറിയാം. പ്രകടന പത്രിക വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. കോൺഗ്രസിനും താല്പര്യം യൂത്താണ്. യങ്സ്റ്റേഴ്സ് വോട്ട് ചെയ്താൽ മാത്രമേ വിചാരിക്കുന്ന പോലുള്ള സീറ്റുകൾ ലഭിക്കൂ എന്നാണ് ഇരു മുന്നണികളും, BJPയും അതുപോലെ കോൺഗ്രസും മനസ്സിലാക്കുന്നത്. ഇരു പാർട്ടികളുടെയും പ്രകടന പത്രികകളുടെ ഏറ്റുമുട്ടൽ കൂടിയായി ഇക്കുറി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുകൂടി മനസ്സിലാക്കുക. ഇന്നാണ് BJPയുടെ ഔദ്യോഗികമായി അവരുടെ തെരഞ്ഞെടുപ്പ് പത്രിക ഡൽഹിയിൽ പ്രകാശനം ചെയ്തത്. നരേന്ദ്രമോദിയായിരുന്നു പ്രകാശനം ചെയ്തത്. വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് BJPയുടെ പ്രകടന പത്രിക സങ്കല്പ് പത്ര എങ്കിൽ നിലവിലെ വ്യവസ്ഥകൾ മാറ്റും എന്ന ആപ്തവാക്യത്തിലാണ് കോൺഗ്രസിന്റെ ന്യായപത്ര. കോൺഗ്രസ് പ്രകടന പത്രിക ന്യായ് പത്ര, BJP പ്രകടന പത്രിക സങ്കല്പ് പത്ര. വാഗ്ദാനങ്ങൾക്ക് കുറവില്ല, അവകാശവാദത്തിനും. BJP മോദിയുടെ ഗ്യാരണ്ടിയിലാണ് ഊന്നുന്നത്, കോൺഗ്രസ് ക്ഷേമത്തിലും. രാജ്യത്തെ നിർണായക വിഷയങ്ങളിൽ BJPക്കും കോൺഗ്രസിനും പറയാൻ എന്തുണ്ട് നോക്കാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും ഏക സിവിൽ കോഡ് നടപ്പാക്കലുമാണ് BJP പ്രകടന പത്രികയിലെ ഹൈലൈറ്റ്. ജാതി സെൻസസ് നടത്തിയ ശേഷം സംവരണ തോത് ഉയർത്തുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. മറ്റ് വിഷയങ്ങളിലെ ഇരു പാർട്ടികളുടെയും വാഗ്ദാനങ്ങളിലേക്ക്. ലോകത്തെ പ്രധാന നിർമ്മാണ ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റുമെന്ന് BJP. നിക്ഷേപത്തിന്റെ കുത്തൊഴുക്ക് വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സങ്കല്പ് പത്ര. സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപ വാഗ്ദാനം, 30 ലക്ഷം ഒഴിവുകളിൽ നിയമനം എന്നിവയാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. അപ്രന്റീസ്ഷിപ്പ് അവകാശമാക്കും, പ്രതിവർഷം 1 ലക്ഷം രൂപ നൽകുമെന്നും കോൺഗ്രസ് വാഗ്ദാനമുണ്ട്. 3 കോടി ഗ്രാമീണ സ്ത്രീകളെ ലക്ഷാധിപതി ദീദികളാക്കുമെന്ന് BJP. വനിതാ സ്വാശ്രയ സംഘങ്ങളെ കരുത്തുറ്റതാക്കും. നിയമനിർമ്മാണ സഭകളിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്നും BJP. പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ നൽകുന്ന മഹാലക്ഷ്മി പദ്ധതി. കേന്ദ്ര സർക്കാർ നിയമനങ്ങളിൽ 50% സ്ത്രീ സംവരണം. ആശ, അംഗൻവാടി ജീവനക്കാരുടെ ശമ്പളം ഇരട്ടിയാക്കുമെന്നിങ്ങനെ കോൺഗ്രസ് വാഗ്ദാനം. CAA, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഏക സിവിൽ കോഡ് എന്നിവ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന പ്രഖ്യാപനത്തിലൂടെ തങ്ങളുടെ വോട്ട് ബാങ്കിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഗുണം കണ്ടില്ലെങ്കിലും ജാതി സെൻസസ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടാകും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. വിജയകുമാർ, സ്ഥാനാർത്ഥികളൊക്കെ കടുത്ത ചൂടിൽ കനത്ത പോരാട്ടത്തിലാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടം നടക്കുകയാണ്. നമ്മുടെ ഈ പതിവ് സെഗ്മെന്റ് സ്ഥാനാർത്ഥിക്കൊപ്പം.
വളരെ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട് തീർച്ചയായിട്ടും Yes. വയനാട്ടിൽ കടുക്കും. അപ്പോ രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അരയും തലയും മുറുക്കി രംഗം കൊഴുപ്പിക്കുകയാണ് വയനാട്ടിൽ മുന്നണികൾ. വിജയകുമാർ, ഈ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അവിടെ സ്ഥിരമായിട്ടില്ലെങ്കിൽ പോലും അവിടെ പ്രവർത്തകരുടെ പ്രചാരണം സജീവമാണെന്നാണ് നമ്മുടെ അവിടുത്തെ ബ്യൂറോ റിപ്പോർട്ടിൽ പറയുന്നത്. LDF സ്ഥാനാർത്ഥി ആനി രാജ ആദ്യഘട്ടം മുതൽ തന്നെ അവർ മണ്ഡലത്തിലുണ്ട്, നിറഞ്ഞു നിൽക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കെ സുരേന്ദ്രനും മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. താമരശ്ശേരി നാടുകാണി ചുരങ്ങൾക്ക് മുകളിലും താഴെയും 2 കാലാവസ്ഥകളിലാണ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഇപ്പോഴത്തെ പ്രചാരണമെന്നാണ് വയനാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ചുരം കയറിയാൽ 3 നിയോജക മണ്ഡലങ്ങൾ: കൽപ്പറ്റയും ബത്തേരിയും മാനന്തവാടിയും. താമരശ്ശേരി ചുരത്തിന് താഴെ തിരുവമ്പാടി, നാടുകാണിക്ക് താഴെ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട്. പൊള്ളുന്ന ചൂടാണ് ചുരത്തിന് താഴെ. താരതമ്യം ചെയ്യുമ്പോൾ ചൂടൽപ്പം മാത്രമാണ് കുറവ് ചുരത്തിന് മുകളിൽ. സ്ഥാനാർത്ഥികളും മുന്നണികളും വിയർക്കുന്നുണ്ട് വയനാട്ടിൽ. സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള സാന്നിധ്യം ഇല്ലെങ്കിലും പ്രവർത്തകരെല്ലാം തന്നെ ആവേശത്തിലാണ്. പൊള്ളുന്ന ചൂടിലും നേതാക്കൾ നേരിട്ടെത്തി വീടുകൾ കയറിയിറങ്ങുന്നു. CSR ഫണ്ടുകൾ യഥേഷ്ടം ലഭ്യമാക്കിയ ഒരു MPയാണ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെന്റ്, വികസന മാനേജ്മെന്റ് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി ആ വലിയ മനുഷ്യന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ ഇവിടുത്തെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ചൂട് ഞങ്ങൾക്ക് പ്രശ്നമല്ല, വെയിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, പുലർച്ചെയുണ്ടാകുന്ന കോട ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമാണുള്ളത്: രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക. കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ വയനാട് മണ്ഡലത്തിലുണ്ട് LDF സ്ഥാനാർത്ഥി ആനി രാജ. അവസാന ലാപ്പിലും ആത്മവിശ്വാസമേറെയുണ്ട്. വയനാടൻ ചരിത്രം മാറുമെന്ന് ആനി രാജയും ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നു. പൊള്ളുന്ന ചൂടിലും വാടാതെ തുടരുന്നുണ്ട് സ്ഥാനാർത്ഥി. അല്ല, ഞാൻ ഡൽഹിയിലാണ്. ഇപ്പം എൻ്റെ ഒരു ധാരണ എനിക്ക് അധികം ആരോഗ്യമില്ലെന്നാ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഭയങ്കര ആരോഗ്യവതിയായ ഒരു സ്ത്രീയാണെന്നുള്ള മനസ്സിലാക്കി തന്ന ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ ടെറേനുമാണ്. ചൂടൊരു വിഷയമില്ല. അതിനേക്കാൾ വലിയ നെരിപ്പോടിലാണ് ഈ രാജ്യം. ഫാസിസ്റ്റുകൾ എന്ന നെരിപ്പോടിലാണ് ഈ രാജ്യം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനേക്കാൾ വലിയതല്ല ഈ ചൂട്. താമരശോഭയോടെയാണ് കെ സുരേന്ദ്രന്റെ വയനാട്ടിലെ മത്സര സാന്നിധ്യം. വോട്ട് കണക്കുകളിൽ കാര്യമില്ലെന്നും ഇക്കുറി വിധി മാറുമെന്നും കണക്കുകൂട്ടുന്നു സ്ഥാനാർത്ഥി. പൊള്ളുന്ന ചൂടിലെ പ്രചാരണം സ്ഥാനാർത്ഥിക്കൊരു പ്രശ്നമേയല്ല. ചൂട് അതിശക്തമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വയനാടും എല്ലാ ജില്ല പോലെയായി. ഇപ്പോൾ പാലക്കാടും തൃശ്ശൂരൊക്കെ പോലെ തന്നെയായി വയനാടും. വയനാടിൻ്റെ പരിസ്ഥിതിക്ക് വലിയ ആഘാതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് വയനാടിനെ വല്ലാതെ കരിച്ചു കളഞ്ഞിരിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും അതിനും കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും ഞാൻ. കാരണം വയനാടിനെ അതിൻ്റെ തനിമയോടെ നിലനിർത്താൻ കഠിനമായ പരിശ്രമം ആവശ്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് UDF വ്യക്തമാക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകൾക്ക് അട്ടിമറികളുടെ ചരിത്രം കൂടിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇടതുമുന്നണി. ഏറെ പ്രതീക്ഷയോടെയാണ് NDAയും കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. എനിക്ക് തോന്നുന്നത് വിജയകുമാർ, ഈ രാഹുൽ ഗാന്ധി കൂടി വയനാട്ടിൽ നേരിട്ട് വന്നിറങ്ങി കഴിയുമ്പോഴേ കളം കുറച്ചുകൂടെ കടുക്കും. അടുത്ത പോരാട്ടവും രാജ്യമാകെ ശ്രദ്ധിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആ മണ്ഡലം. എനിക്ക് തോന്നുന്നു ഈ വയനാട് എന്ന് പറഞ്ഞൊരു മണ്ഡലം ലോക ശ്രദ്ധ ആകർഷിക്കാൻ ഒരു കാരണമായി അല്ലേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കനത്ത പോരാട്ടം നടക്കുന്നതിനിടയിൽ കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് പിന്നാലെ കൊടുക്കാം. ഉറപ്പായും. ഇനി നമ്മൾ പോകുന്നത് കണ്ടതും കേട്ടതും. പ്രേക്ഷകരോട് നമ്മൾ പറഞ്ഞതുപോലെ 20 മണ്ഡലങ്ങളിലും പ്രചാരണം അതിശക്തമായി കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഉടൻ കേരളത്തിലെത്തുകയാണ്. ആറ്റിങ്ങൽ, ആലത്തൂർ മണ്ഡലങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. രാഹുൽ ഗാന്ധി നാളെ കോഴിക്കോട്ടെ UDF മഹാറാലിയിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇതോടെ മത്സരം കൊഴുക്കും. അതെ. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ 12 ദിനം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ടോപ്പ് ഗിയറിലാക്കുകയാണ് മുന്നണികൾ. ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വിവാദങ്ങൾ, മാറി മാറി വരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ. അതിന് നടുവിലേക്ക് ദേശീയ നേതാക്കൾ കൂടി പറന്നിറങ്ങുന്നതോടെ തെരഞ്ഞെടുപ്പിന്റെ കളം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും നാളെ വിവിധ മണ്ഡലങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും.
രാവിലെ 10:30 ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും ഉച്ചയ്ക്ക് 1 ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലുമാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങൾ. സമീപ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടാകും. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് കാട്ടാക്കടയിലും കുന്നംകുളത്തും വൻ സുരക്ഷാ സംവിധാനം വിന്യസിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം 2ാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് രാഹുൽ ഗാന്ധിയുടേത്. നാളെ വൈകിട്ട് കോഴിക്കോട്ടെ UDF മഹാറാലിയിൽ രാഹുൽ പങ്കെടുക്കും. മലബാർ മേഖലയിലെ UDF സ്ഥാനാർത്ഥികൾ വേദിയിലുണ്ടാകും. നാളെയും മറ്റന്നാളും സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18 കണ്ണൂർ, പാലക്കാട്, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പ്രസംഗിക്കും. 22 തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ എന്നിവിടങ്ങളിലെ റാലികളിലും രാഹുൽ പങ്കെടുക്കും. സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ആജാദ് തുടങ്ങിയ ഇടത് നേതാക്കളും കേരളത്തിലെത്തും. കേരളത്തിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ കഷ്ടിച്ച 10 നാൾ മാത്രമാണ് ബാക്കി. ഈ ദിവസങ്ങളിൽ ദേശീയ നേതാക്കളുടെ കുത്തൊഴുക്കു തന്നെ കേരളത്തിലേക്കുണ്ടാവും. പ്രചാരണത്തിൽ ഒരു പടി മുന്നിലെത്താൻ സകല അടവുകളും പയറ്റുകയാണ് മുന്നണികൾ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നാളെ പ്രധാനമന്ത്രി സംസാരിക്കുന്ന വേദിക്കരികിൽ നിന്നും സിറിലിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24. വിജയകുമാർ, നമുക്ക് നീട്ടി എന്ന് വിളിച്ചാലോ? മാന്യമഹാജനങ്ങളെ, ജനങ്ങൾ വിചാരിച്ചോളും കാവാലത്തിന്റെ ജി ശങ്കരപ്രസാദിന്റെ നാടകമാണല്ലേ? നാടകമല്ല, ഇത് ജീവിതമാണ്, തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. നമ്മൾ പോകുന്നത് ഒരു സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിലേക്കാണ്. സമാനതകളില്ലാത്ത ഒരു സമര പോരാട്ടത്തിന്റെ 80ാം വാർഷിക വേളയിലാണ് തൃശ്ശൂരിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന് സുശക്തമായ അടിത്തറ പാകുന്നതിൽ നിർണായക പങ്കായിരുന്നു അന്തിക്കാട് സമരത്തിൽ. അതെ അതെ അതെ, തൊഴിലിനും കൂലിക്കും വേണ്ടി നടത്തിയ ആ സമരം തൃശ്ശൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം കൂടിയാകുന്നു. സമര ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ നമ്മൾ പെട്ടെന്ന് കടന്നു പോകുന്നു. എന്താണ് അന്തിക്കാട്? ആയിരത്തി 1940കളുടെ തുടക്കം, രാജ്യം സ്വതന്ത്രമാകുന്നതിനും മുൻപേ ത്യാഗോജ്വലമായ ഒരു സമര പോരാട്ടത്തിന്റെ കഥ പറയാനുണ്ട് തൃശ്ശൂരിലെ അന്തിക്കാടിന്. തൊഴിലിനും കൂലിക്കും വേണ്ടി പടപൊരുതിയ ചെത്തു തൊഴിലാളികളുടെ സമരം. ആ കരാറുകാരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് വേണം നമുക്ക് കൂലി കിട്ടുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനും വേണ്ടി. അവരുടെ എന്താ പറയുക, മുഷ്കും പോലീസിൻ്റെ മുഷ്കുമൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ തരുന്ന കൂലി വാങ്ങുന്നു തൊഴിലെടുത്തിരുന്നൊരു വിഭാഗമായിരുന്നു. ചൂഷണങ്ങളിൽ ചെത്തുതൊഴിലാളികൾ സഹികെട്ടു. തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം. പി കൃഷ്ണപിള്ള ഇടപെട്ട ജോർജ് ചടയമുറിയെ അന്തിക്കാട്ടേക്ക് അയച്ചു. അസംഘടിതരായ തൊഴിലാളികൾ സംഘടിച്ചു. രഹസ്യമായിട്ട് ഓരോ വീട്ടിലും ചിമ്മിണി വിളക്ക് കത്തിച്ചു വെച്ച് രാത്രിയിൽ കമ്മിറ്റികൾ കൂടിയ ഇവര് ഇന്ന് തൊഴിൽ ചെയ്യുന്നതിൻ്റെ ആ അവകാശം വാങ്ങിക്കാനുള്ള ബോധം അവരിൽ ഉണ്ടാക്കി കൊടുത്തത് ചടയമുറിയാണ്. അങ്ങനെ സമരം കത്തിക്കയറി. തൊഴിലാളികളെ എക്സൈസും പോലീസും വേട്ടയാടി. പിന്നാലെ പട്ടാളം ഇറങ്ങി. രക്തസാക്ഷികളായവർ നിരവധി, ജീവച്ഛവങ്ങളായവരുമേറെ. എല്ലാ വീടുകളിലും പോലീസ് കയറിയിറങ്ങണം, രാത്രി പകലും. അങ്ങനൊരു വ്യത്യാസമില്ലാതെ എൻ്റെ അച്ഛൻ അന്വേഷിച്ച് പോലീസ് ഇവിടെ ഒരിക്കൽ രാത്രി വന്ന് ഇവിടെ ഒന്ന് വാതിൽ ചവിട്ടി. അവിടെ അമ്മേനെ അവർ പിടിച്ചിട്ട് വലിച്ചിട്ടു. അവിടെ നിന്ന് ആൾക്കടിന്ന് അത് മോശമായുള്ള ഭാഷ ഉപയോഗിച്ചിട്ട്. പിൽക്കാലത്ത് അന്തിക്കാട് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവരുടെ സിരകളിലും ആ സമരം ഇന്നും ജ്വലിക്കുന്നുണ്ട്. ഒരു ജനതയാകെ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോയ അത്യപൂർവവും കേൾക്കുന്തോറും ആവേശകരവുമായിട്ടുള്ളൊരു അനുഭവമാണ് അന്തിക്കാട്ടെ ചെത്തുതൊഴിലാളി സമരം. പുതിയ തലമുറയെ ആ ചരിത്രബോധം കൂടുതൽ കടുത്തോടെ പഠിപ്പിക്കേണ്ടതുണ്ട്. ചരിത്രം വിസ്മരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ആ ചരിത്രം പഠിപ്പിക്കുക എന്ന ദൗത്യമാണ് പുതിയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റുകാർ നിർവഹിക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ പക്ഷം. സമരത്തിന്റെ തീക്കാറ്റ് വീശിയിരുന്ന നാട്ടിൽ പിന്നീട് കെ കരുണാകരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ വേരൂന്നിയെന്നതും ചരിത്രം. തൃശൂരിൽ നിന്നും അബിത്തിനൊപ്പം അശ്വിൻ പാലാഴി, 24.
പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു. വിജയകുമാർ, ഇനി നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? നമ്മുടെ സ്റ്റണ്ട് തുടരുക. സ്റ്റണ്ട് തുടരുന്നു എസ് കെ. നമ്മളുടെ പതിവ് സെഗ്മെന്റ്, ജനപ്രിയ സെഗ്മെന്റ് വേരുകൾ. എനിക്കും നിങ്ങൾക്കും അറിയാം, സ്ഥാനാർത്ഥികൾ ആരായാലും തെരഞ്ഞെടുപ്പിലെ താരം വോട്ടിംഗ് യന്ത്രമാണ്. വോട്ട് ചെയ്യാനും എണ്ണാനും എളുപ്പം ഈ യന്ത്രം കൊണ്ടാണ്. ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു വോട്ടിംഗ് യന്ത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. വിജയകുമാർ, യന്ത്രത്തിനെ കുറിച്ചുള്ള വിവാദമൊക്കെ പോയല്ലോ? വിവാദം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ വിവാദം കോടതിയിലൊക്കെ ചെന്നു. കോടതി പക്ഷേ കണക്കിലെടുത്തില്ല. അപ്പോൾ അതേസമയം നമ്മൾക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രാജ്യത്ത് ആദ്യമായി വോട്ടിംഗ് യന്ത്രം പരീക്ഷിച്ചത് കേരളത്തിലാണ്. അത് എത്ര ആളുകൾക്കറിയാം? വോട്ടിംഗ് യന്ത്രത്തിന്റെ അടിവേരുകൾ തേടി. വേരുകൾ. 1982 മെയ് 19 രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം രേഖപ്പെടുത്തിയ ദിനം. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചു. പേപ്പർ ബാലറ്റുകളുടെ കാലമായിരുന്നു അത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPIയിലെ N ശിവൻപിള്ളയും UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ AC ജോസും തമ്മിലായിരുന്നു പ്രധാന മത്സരം. പറവൂരിലെ 52 ബൂത്തുകളിലാണ് അന്ന് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത്. യന്ത്രത്തെ ചൊല്ലി അനിശ്ചിതത്വവും ആകാംക്ഷയും നിറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു അതെന്ന് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ച N ശിവൻപിള്ളയുടെ മകനും പിന്നീട് പറവൂർ MLAയുമായിരുന്ന P രാജു ഓർക്കുന്നു. മെഷീൻ ഞങ്ങൾ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇവിടെ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് എല്ലാവർക്കുമുള്ള സംശയം ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. അന്നെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത് ഏത് ബട്ടണിൽ കുത്തിയാലും AC ജോസിന് വോട്ട് വീഴുമെന്നായിരുന്നു. അപ്പം ഞങ്ങളത് വിശദമായി അതിൻ്റെ രൂപകൽപ്പന ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ സംശയമായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് അന്ന് പല അഭ്യൂഹങ്ങളും പരന്നു. വോട്ടിംഗ് യന്ത്രത്തിൽ സംശയമുന്നയിച്ച് ആദ്യം കോടതിയെ സമീപിച്ചത് LDF. ആവശ്യം തള്ളിയ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശിച്ചു. ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ചുമതല പ്രാദേശിക പാർട്ടി പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമായിരുന്നു. വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഒരു പ്രദേശം പറവൂർ നിയോജകമണ്ഡലമാണ്. അന്ന് ശിവൻപിള്ളയോട് മത്സരിച്ച് തോറ്റ AC ജോസ് കോടതിയിൽ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായെങ്കിൽ പോലും അവസാനം കോടതി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കുകയും അന്ന് പകുതി ബൂത്തുകളിൽ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പിൽ LDFിലെ N ശിവൻപിള്ള 123 വോട്ടിന് വിജയിച്ചു. പിന്നാലെ ഫലം ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥി AC ജോസ് കോടതിയിലെത്തി. 1951 ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് ബാലറ്റിലൂടെ രേഖപ്പെടുത്തിയ വോട്ടിന് മാത്രമേ സാധുതയുള്ളൂ എന്ന് സുപ്രീം കോടതി വിധിച്ചു. ശിവൻപിള്ളയുടെ തെരഞ്ഞെടുപ്പ് അസാധുവായി. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച 52 ബൂത്തുകളിൽ 2 വർഷങ്ങൾക്ക് ശേഷം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് റീപോളിംഗ് നടത്തി. 1146 വോട്ടിന് AC ജോസ് വിജയിച്ചതും ചരിത്രം. ഇലക്ഷൻ ഡെസ്ക് 24. എന്തായാലും ആ പറവൂരിലെ ആ ഇലക്ഷനൊക്കെ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് വലിയൊരു പരീക്ഷണമായിരുന്നു അത്. അപ്പൊ നമ്മളിനി അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. ഇതാ ഈ വാഹനത്തിന് പിന്നാലെ നമ്മൾ ഈ സെഗ്മെന്റിൽ ഒരു വാഹനം, ഈ വാഹനത്തിന് പിന്നാലെ എന്ന് പറയുന്നത് പോലെ ഒരു വാഹനം. അത് മാത്രമല്ല, ഇലക്ഷനിൽ ഞാനും അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഈ വാഹനത്തിന് പിന്നാലെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ആരെന്ന് പറയുന്നത്. അതെ. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിനൊപ്പം ഓടിയ ഒരു കാറുണ്ട് തിരുവനന്തപുരം. നീണ്ട 43 വർഷം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു ഒരു അംബാസിഡർ കാർ. ഇപ്പോഴാ കാറ് വഴുതക്കാട് ഗ്രേസ് കോട്ടേജിൽ വിശ്രമിക്കുകയാണ്. ആ കാറിന്റെ കഥയിലേക്കാണ് നമ്മളിനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് നാൾ വഴികൾ താണ്ടിയ ഒരു വാഹനം. എനിക്ക് പിന്നിൽ കാണുന്നത് കേവലം ഒരു അംബാസിഡർ കാർ മാത്രമല്ല, K അനിരുദ്ധൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ KLV 657 എന്ന വാഹനത്തിൻ്റെ കഥ കാണാം. ആയിരത്തി 1960കളുടെ തുടക്കം. കേരളത്തിൽ കാറുകൾ സജീവമായി തുടങ്ങിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് നേതാവായ K അനിരുദ്ധൻ അക്കാലത്തൊരു അംബാസിഡർ കാർ വാങ്ങി. KLV 557 രജിസ്ട്രേഷനിലുള്ള ആ കാർ പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും പലതവണ ആ കാറിൽ കയറി കേരള രാഷ്ട്രീയത്തിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ചു. EMSഉം കരുണാകരനും അങ്ങനെ എത്രയെത്ര പേർ. മകനും മുൻ MPയുമായ A സമ്പത്തായി പിന്നീട് കാറിൻ്റെ അവകാശി.
ഇന്ന് വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിലും വിവിധ ചേരികളിലും നിൽക്കുന്നവരായിട്ടുള്ളവർ അതിൽ പലരും ഒപ്പം അവരുടെ മുൻഗാമികളായിട്ടുള്ളവർ ഒരുപാട് പേര് ഒത്തിരി പേര് ഇതിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ്. AKG തിരുവനന്തപുരത്ത് വരുന്നു എങ്കിൽ മുന്നേ തന്നെ ഫോൺ വിളിച്ച് പറയും, അനിരുദ്ധ എനിക്കൊരു 4 ദിവസത്തേക്ക് വണ്ടി വേണം. കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരൻ തന്നെ അച്ഛനോടൊപ്പം അദ്ദേഹം ഈ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് അവിശ്വസനീയമെന്ന് തോന്നാവുന്ന കാര്യങ്ങളിൽ വരുന്നതാണ്. 2010 വരെ തലയെടുപ്പോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓടിയെത്തിയ വണ്ടിയെ പിന്നീട് പ്രായം തളർത്തി. വൈകാരിക അടുപ്പമുള്ള വാഹനത്തെ പക്ഷേ കുടുംബക്കാർ ഇപ്പോഴും വീട്ടിലെ ഒരംഗത്തെ പോലെ കാത്തുസൂക്ഷിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് രാഷ്ട്രീയ പ്രമുഖരുമായി ഓടിയ ഈ പ്രമുഖനും വിശ്രമത്തിലാണ്. ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം. വിജയകുമാർ, ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ നമുക്കൊരു അതിഥിയുണ്ട്. MA യൂസഫ് അലി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, സൗദി അറേബ്യയിലെ റിയാദിലെ ജയിലിലാണ് ഇപ്പോൾ നമ്മളുടെ കോഴിക്കോട്ടെ ഫറൂഖിലെ അബ്ദുൾ റഹീം. അദ്ദേഹത്തിന് ജയിൽവാസം കഴിയും. നമുക്ക് 34 കോടി രൂപ എല്ലാവരും കൂടി മലയാളികൾ ഒരു അണി ചേർന്ന് ഒരു ചങ്ങല പോലെ ശ്രമിച്ച് 34 കോടി രൂപ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇനി കുറേ നിയമപ്രശ്നങ്ങളുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഒരു 1-2 മാസങ്ങൾക്കകം അദ്ദേഹം ഫറൂഖിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമായിട്ട് വീടില്ല റഹീമിന്. ഈ അബ്ദുൾ റഹീമിന് ഒരു വീട് നിർമ്മിച്ച് നൽകാമെന്ന് പ്രശസ്ത വ്യവസായി MA യൂസഫ് അലി നമ്മോട് അല്പം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണുള്ളത്. ലണ്ടനിൽ നിന്ന് അദ്ദേഹം നമ്മോട് സംസാരിക്കുകയായിരുന്നു. അത് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ബ്രേക്കാണ് ആദ്യം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുന്നു. ഇത് വിഷുക്കാലം, ഇന്ന് വിഷു. വിജയകുമാർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷുക്കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ മലയാളിയിൽ റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് കാണിച്ചു കൊടുക്കും. അതായത് ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു മനുഷ്യനെ ഒരു തടവറയിൽ നിന്ന് വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ 34 കോടി രൂപ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി കൊണ്ട് സ്വരൂപിച്ച ഒരു മനുഷ്യ സമൂഹമാണ് മലയാളികൾ. എന്തായാലും റിയാദിലെ ജയിലിൽ നിന്ന് അദ്ദേഹം മോചിതനാകാൻ പോകുന്നു. കൂടി വന്നാൽ ഒരു 8 ആഴ്ച, അതിനപ്പുറം പോകാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ ഈ സൗദിയിലെ വൃത്തങ്ങൾ പറയുന്നത്. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ആ വീട്ടിലെ ഉമ്മയൊക്കെ കണ്ടു. പ്രേക്ഷകർ കണ്ടതാണ്. അതിൻ്റെ തത്സമയ പരിപാടി ഒക്കെ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ അബ്ദുൾ റഹീമിന് സ്വന്തമായിട്ടൊരു വീടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇക്കാര്യം ഞാൻ MA യൂസഫിയുടെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതും ഒരു നല്ല കാര്യമാണ്. ഒരുപക്ഷേ 18 കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം ഈ ഫറൂഖിലെത്തുമ്പോൾ സ്വന്തമായിട്ടൊരു വീടും അദ്ദേഹത്തിന് കിട്ടുന്നു എന്നറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ജീവിക്കാനൊക്കെ സഹായങ്ങളൊക്കെ ബോച്ചെ പോലുള്ള ചിലരൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വഴി തുറക്കുന്നു അദ്ദേഹത്തിന് എല്ലാ രീതിയിലും. ഈ 18 കൊല്ലത്തെ ജയിലിലെ യാതനയ്ക്ക് അവസാനം ഉണ്ടായി ചില വഴികൾ തുറക്കുന്നു. പ്രേക്ഷകരെ, പ്രമുഖ വ്യവസായി ശ്രീ MA യൂസഫ് അലി നമുക്കൊപ്പം തത്സമയം ചേരുകയാണിപ്പോൾ. നമസ്കാരം. അങ്ങിപ്പോൾ UK യിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. UK യിലെ ജോലിയുടെ ഭാഗം വല്ലതും ആണോ, വല്ല വിനോദയാത്രയാണോ? അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ പോയിരുന്നു, ഉമ്മയെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ കണ്ട കാര്യം എന്ന് വെച്ചാൽ വലിയ വൈകാതെ 1-2 മാസങ്ങൾക്കകം ഇദ്ദേഹത്തിനെ മടക്കി കൊണ്ടുവരാൻ കഴിയും. അങ്ങേക്ക് കുറച്ചുകൂടെ ഗൾഫ് നാട്ടിലെ നിയമങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളാണല്ലോ. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രൊസീജിയർ എത്രമാത്രം പ്രയാസകരമാണ്? എംബസി എന്താ ചെയ്യുന്നത് നോക്കാം. ഞാൻ അവിടുത്തെ സംഘടനാ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്ത് ബുദ്ധിമുട്ട് ഒഫീഷ്യലായിട്ട് വരുന്നു, എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഏത് സമയത്ത് അവർക്കുണ്ടാവും. അതുകൂടാതെ ഞാൻ പഞ്ച ഡയറക്ടർ ഷെയ്യുമായിട്ട് ഇപ്പോൾ വീണ്ടും സംസാരിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് ഞാൻ വെച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 കൊല്ലമായിട്ട് ജയിലുണ്ടായിരുന്ന ആളല്ലേ. അപ്പൊ ഇനി ജീവിതം ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തിന് ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാം. അതിന്റെ കംപ്ലീറ്റ് ബഡ്ജറ്റ് അതൊക്കെ അവരുടെ ആൾക്കാരോട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നതാണ്. ഒരു വീട് അങ്ങ് വെച്ചു കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങേക്ക് ആ കാര്യത്തിൽ ഒരു മഹാമനസ്ക് തോന്നി ഞങ്ങളുടെ നന്ദിയും. കാര്യം 24 ഇതിനകത്ത് കുറെ സ്ട്രെയിൻ എടുത്തിരുന്നു. 24 ഞാൻ പ്രത്യേകം നന്ദി. നിങ്ങൾ ഇങ്ങനത്തെ മനുഷ്യോപകാരപ്രദമായ മനുഷ്യത്വപരമായ ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് നിങ്ങൾ ചാനൽ ചെയ്യുന്നു എന്നുള്ളതിൽ വെറും രാഷ്ട്രീയവും തല്ലും തകരാറും കൊലയും മാത്രമല്ല, ഇങ്ങനത്തെ നല്ല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എസ്കിയോട് പേഴ്സണലായിട്ട് യു ആർ എ വെരി ഡിയർ ഫ്രണ്ട് ഓഫ് മൈൻ. പേഴ്സണലി ഞാൻ അതിൽ താങ്ക്ഫുൾ ആണ്. നിമിഷപ്രിയയുടെ കാര്യത്തിലും അദ്ദേഹം ചില അതെ ഇത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകൾ ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു. നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ആ ചോദ്യം ചോദിച്ചു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിലൊരു കൂട്ടായ ശ്രമം നമുക്ക് നടത്താം. പിന്നെ ചില കാര്യങ്ങളൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ചില ബന്ധത്തിൻ്റെ പ്രശ്നമൊക്കെ ആണല്ലോ, അപ്പോൾ അതൊന്നും അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ കഴിയില്ല. എന്തായാലും കൂട്ടായ ഒരു യത്നം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതായിരുന്നു. യൂസഫ് അലി, നമ്മുടെ ഈ അബ്ദുൾ റഹീമിൻ്റെ മോചനം ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്ന എന്നൊരു തോന്നൽ പ്രചരിച്ചതോടെ ഈ നിമിഷപ്രിയ ഇഷ്യൂ വീണ്ടും ചർച്ച ചെയ്തു തുടങ്ങി മലയാളികൾ. അപ്പോൾ എനിക്കറിയാം ഈ നിമിഷപ്രിയയുടെ സംഭവത്തിലൊക്കെ ആദ്യം അങ്ങ് ഇടപെട്ടിരുന്നു. ഇപ്പോൾ ഈ അമ്മ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്, കോടതി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴതിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ നമുക്കറിയാം എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ അബ്ദുൾ റഹീമിൻ്റെ കേസിനേക്കാളും കുറച്ചുകൂടെ ഗുരുതരമായ പ്രശ്നമാണതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങ് ഇതിനകത്ത് ഇടപെട്ട ഒരാളെന്ന നിലയിൽ അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? നിമിഷപ്രിയ എന്ന സഹോദരിയുടെ ഇഷ്യൂ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്, ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ടോപ്പ് ആളുകളുമായി യമനിൽ സംസാരിച്ചു. അത് യമൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ അത്ര ഈസി ആക്സസബിൾ ഉള്ള രാജ്യമല്ല. ഇപ്പോ ഡയറക്റ്റ് ഫ്ലൈറ്റ് അങ്ങനത്തെ പല അസൗകര്യവും ബുദ്ധിമുട്ടും. എന്നിരുന്നാലും അതിന്റെ ഫുൾ കാര്യം എനിക്ക് ഈ സമയത്ത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് ആ കാര്യത്തിന് വേണ്ടി ഏത് നിലയ്ക്ക് നമ്മൾക്കത് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബം ഒരു ട്രൈബാണ്. ആ ട്രൈബ് ഇവർക്ക് മാപ്പ് കൊടുക്കണം. അപ്പൊ ഇതിൽ ഈ പ്രതികളായിട്ടുള്ള ഒരു യമനി പൗരൻ കൂടി പ്രതിയാണിത്. അപ്പൊ ഒരാൾക്കായിട്ട് മാപ്പ് കൊടുക്കേണ്ട കാര്യത്തിലോ അങ്ങനെ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഫർദർ കൂടുതൽ പറയുന്നില്ല. അപ്പൊ അത് നമുക്ക് സക്സസ് ആവും എന്നാണ് എൻ്റെ വിശ്വാസം. ആ സഹോദരി ഒരു ബുദ്ധിമുട്ടും കൂടാതെ മടങ്ങി വരാൻ നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ജസ്റ്റിസ് കുര്യൻ അവർ 1-2 പ്രാവശ്യം ഈ കാര്യത്തിന് വേണ്ടി ദുബായിൽ വന്നു. ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തി. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ 2 പ്രാവശ്യം വന്നു, മുരളീധരൻ. ഈ കാര്യത്തിനെ പറ്റി ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. അതിന്റെ ആളുകളുമായിട്ട് അദ്ദേഹവും ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കഷൻ ഓൺ പ്രോസസ്സാണ്. അതൊരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു മാസം കൊണ്ടോ അവസാനിക്കുന്നതല്ല. കാരണം അതിന് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. അതിൽ ആർക്ക് ക്രെഡിറ്റ് കിട്ടുന്നു എന്നുള്ളതല്ല നമ്മുടെ ഇഷ്യൂ. നമ്മുടെ ഇഷ്യൂ ആ കുട്ടി സഹോദരി മടങ്ങി വരാമെന്നുള്ളത്. അതിനുവേണ്ടി ഞാനും പരിശ്രമിക്കുന്നുണ്ട്, ഗവൺമെന്റും പരിശ്രമിക്കുന്നു. അവിടുത്തെ എംബസികൾ ഗവൺമെന്റ് ലെവലില് വേറെ നിലയ്ക്ക് പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് ബൈലാറ്ററൽ ആയിട്ട് നോക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ്. അപ്പൊ എല്ലാം കൂടി ഒത്തൊരുമിച്ച് ഫുൾ കാര്യം ഇപ്പൊ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ആരൊക്കെ അതിൽ ഇടപെട്ടു എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ പരിശ്രമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ആ കുട്ടി സമാധാനമായിട്ട് മടങ്ങി വരട്ടെ. വിജയകുമാർ, ഇന്നലെ യഥാർത്ഥത്തിൽ വലിയൊരു പ്രശ്നം യൂസഫ് അലി ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ന് ഈ വിഷു ദിനത്തിൽ PVR-ലൊന്നും മലയാള സിനിമകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഫെഫ്കയിലെ ഉണ്ണികൃഷ്ണനൊക്കെ വിളിച്ചിരുന്നു. അതായത് എന്തായാലും ആ പ്രശ്നം പരിഹാരമായി. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ സ്ട്രോങ് ആയിരുന്നു. അല്ലെങ്കിൽ മലയാളത്തിലെ പല ആടുജീവിതം പോലെ ഇപ്പോൾ തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന പല ചിത്രങ്ങളും ഈ ഉത്സവകാലത്ത് പ്രത്യേകിച്ച് വിഷു ആഘോഷിക്കുന്ന വേളയിൽ കാണത്തില്ലായിരുന്നു. മാത്രമല്ല PVR ശക്തമായി നിൽക്കുമായിരുന്നു. അവർ അവസാനം വരെ പോരാടി. പരാതി പറഞ്ഞിരുന്നു. പരാതിയല്ല, ആ സിനിമ ഏകപക്ഷീയമായി പിൻവലിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയായിരുന്നു ആ വിഷയത്തിൽ. അതല്ല, ഈ ഫോറം മാളിലൊക്കെ പുതിയ സ്ക്രീനൊക്കെ വന്നായിരുന്നു. പക്ഷേ അവിടെ മലയാള സിനിമ PVR ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് MA യൂസഫ് അലി നമ്മോട് പറഞ്ഞത്. എന്നാൽ ആ PVR-ലെ ഒരു പ്രശ്നം മലയാളി പ്രേക്ഷകർക്ക് ഒരു കീറാമുട്ടിയായിരുന്നു. മലയാള പടങ്ങൾ PVR-ൽ വരില്ല എന്ന രീതിയിലൊരു വാർത്ത പറഞ്ഞിരുന്നു. അപ്പോൾ അതിലങ്ങ് ഇടപെട്ടു. അത് എന്തായാലും വളരെ നല്ല കാര്യമായി. എങ്ങനെയാണ് അങ്ങേക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റിയത്? അദ്ദേഹം ഒരു എഴുത്തെഴുതി ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇടപെടുന്നു. അവിടെ തന്നെ അപ്പോ ഈ ഞാൻ സ്ഥലത്തില്ലാത്തപ്പോ എമർജൻസി സ്വഭാവമുള്ള വന്ന അപ്പൊ തന്നെ എനിക്ക് ഫോർവേഡ് ചെയ്ത് എന്റെ സെക്രട്ടറി. ഇതെന്തായാലും കിട്ടിയപ്പോൾ വിചാരിച്ചത് മലയാളികളുടെ ഒരു പൊതുവായ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. അതൊരു കലക്റ്റീവ് എഫർട്ടാണ് ഞാൻ ചിന്തിച്ചപ്പോ. അപ്പോ കലക്റ്റീവ് എഫർട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ ഡയറക്ടേഴ്സ്, അതുകൂടാതെ സിനിമ നടന്മാരും നടികളും, അതുകൂടാതെ ജോലി ചെയ്യുന്ന മറ്റ് ജീവനക്കാർ, അവരെല്ലാവരും കൂടി ഒരു എഫർട്ട് എടുത്താൽ മാത്രമേ ആ സിനിമ വിജയിക്കുകയുള്ളൂ. ഈ PVR-ന്റെ ഓണർ എന്റെ ക്ലോസ് ഫ്രണ്ടാണ് അജയ് ബിജലി.
ഞങ്ങളായിട്ട് പല നിലയ്ക്കും ഇവിടെ തന്നെയല്ല ഗൾഫിലും അധ്യാപകം ഞാനായിട്ട് വലിയ ഒരു ഫാമിലി റിലേഷൻ പറഞ്ഞു വരുമ്പോ ഫാമിലി ഒക്കെ ആയിട്ട് എന്റെ വീട്ടിൽ വരും. ഞാൻ ഡൽഹി പോകുമ്പോ അദ്ദേഹം എന്നെ വിളിക്കും. അങ്ങനെയുള്ള അടുപ്പാണ്. ഞാൻ ഒരു കാര്യത്തിനും അദ്ദേഹത്തിന് വിളിക്കാറില്ല. അപ്പൊ ഇന്നലെ ഞാൻ വിളിച്ച പറഞ്ഞ എന്റെ ബ്രദർ അഷ്റഫ് അലി ജപ്പാനിലാണ്, ജപ്പാനിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വി വിൽ കൺസിഡർ ഇറ്റ് ലേറ്റർ ഓർ വി വിൽ ഡിസ്കസ് ലേറ്റർ. വി ഷുഡ് ഹാവ് എ കോംപ്രമൈസ്. ബിക്കോസ് വിഷു ആണ് നാളെ. ആ വിഷുവിന് മലയാള സിനിമ ഇന്ത്യയിലൊട്ടാകെ എല്ലാ തിയേറ്ററുകളും പ്രദർശിപ്പിക്കും. യു ഷുഡ് ടേക്ക് എ വെരി ബോൾഡ് സ്റ്റെപ്പ്. കാരണം നിന്റെ ഡിസ്ക്രിപ്ഷൻ ആണത്. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് വിൽ ബി ഡൺ. ഗിവ് മീ 1 hour. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആപിച്ച് ബോലാ ഹെ तो हमने कर दिया, आपका बात में रखा. അത് ആ സമയത്ത് തന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണനെ വിളിച്ചു. ഞാൻ പറഞ്ഞു താങ്ക് യു വെരി മച്ച്. എന്തായാലും ആ പ്രശ്നം അതോടെ BVR ഓണർ തീർത്തു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി യൂസഫ് അലിക്ക് നന്ദി നമ്മൾ പറയുന്നു. അപ്പോൾ ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപം നാളെ രാവിലെ 8:45 നമ്മൾ മോർണിംഗ് ഷോയിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കാണാത്തവർക്ക് അത് തീർച്ചയായിട്ടും കാണാം. ഏറ്റവും നല്ല കാര്യം അബ്ദുൾ റഹീമിന് അദ്ദേഹം ഒരു അല്ലേ വീട് നിർമ്മിച്ചു കൊടുക്കുക. അതായത് അദ്ദേഹം നിർമ്മിച്ചു കൊടുക്കുമ്പോൾ നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു വീട് തന്നെ ആയിരിക്കും അല്ലേ. നമുക്ക് അതും കൂടി ശുപാർശ നടത്തിയേക്കാം. 18 കൊല്ലം അനുഭവിച്ച ആളല്ലേ, നല്ലൊരു വീട്ടിലൊക്കെ അദ്ദേഹം താമസിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഉമ്മയും കുടുംബവും ഒക്കെ അവിടെ താമസിക്കട്ടെ. അപ്പോൾ വിജയകുമാർ, നമുക്കിനി ഒരു ഇടവേള പോകണം. പെട്ടെന്ന് പോയി വരാം. ഇടവേള. വിജയകുമാർ സ്റ്റണ്ടതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകണം. നമുക്ക് ഇനി കാണാം അത് പൊളിച്ച്. അപ്പോൾ ആ സെഗ്മെന്റിൽ നമ്മൾ ഒരു പൊളിച്ചു. അപ്പോൾ അതാ പ്രാദേശിക വിഷയം മുതൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകാറുണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാൽ കോട്ടയത്ത് ഇപ്പോഴത്തെ ചർച്ച മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണെന്നല്ലേ? വരണാധികാരിയായ കോട്ടയം ജില്ലാ കളക്ടർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ കോട്ടയത്ത് വലിയ ചർച്ചയായിരിക്കുന്നത്. കോട്ടയം കുഞ്ഞച്ചൻ മുതൽ CID മൂസ വരെയുണ്ട് ഈ ചർച്ചയിൽ. ഇപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിക്കായി എത്തുന്ന താരമാരെന്ന ചോദ്യം കളക്ടർ ഫേസ്ബുക്കിലൂടെ ചോദിച്ചു. ഉത്തരം കണ്ടെത്താമോ എന്ന് ചോദിച്ച് ഒരു പസിലായി തന്നെ ഇട്ടു. ഇതോടെ കമന്റ് ബോക്സിൽ ഉത്തരങ്ങൾ ചറ പറയെത്തി. പസിൽ വായിച്ച് നോക്കിയവർക്ക് കിട്ടിയതാകട്ടെ നല്ല ഗംഭീര ഉത്തരങ്ങൾ. കോട്ടയം കുഞ്ഞച്ചൻ, ഷാജി പാപ്പൻ, CID മൂസ, മിന്നൽ മുരളി എന്ന് വേണ്ട മീശ മാധവനിലെ പുരുഷു വരെയുണ്ട് കമന്റിൽ. കോട്ടയംകാരായതുകൊണ്ടാണോ എന്നറിയില്ല, കൂടുതൽ പേരും കമന്റ് ചെയ്തിരിക്കുന്നത് കോട്ടയം കുഞ്ഞച്ചന്റെ പേര് തന്നെ. ചർച്ച സജീവമായതോടെ കളക്ടർ തന്നെ ഒരു ട്രോളും ഇറക്കി. സസ്പെൻസ് ഇടാതെ തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്നവരുമുണ്ട് കളക്ടറുടെ കമന്റ് ബോക്സിൽ. കോട്ടയം കുഞ്ഞച്ചനെ ജോഷി ചതിച്ചതുപോലെ കോട്ടയം കളക്ടറിനെ വരാനിരിക്കുന്ന താരം ചതിക്കുമോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. എന്തായാലും ആളാരാണെന്ന് അറിയണമെങ്കിൽ നാളെ പരിപാടി നടക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. താങ്ക് യു ടോബി. അപ്പോൾ വിജയകുമാർ, നമുക്ക് ഈ ഇലക്ഷൻ സ്റ്റണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പരിപാടി നടക്കുക നാളെ ഇതേ സമയത്ത് രാത്രി 7 മണിക്ക്. ഇനി എൻകൗണ്ടറിന്റെ ഊഴമാണ് വിജയകുമാർ. ഹാഷ്മി താജ് ഇബ്രാഹിം വന്നു കഴിഞ്ഞു. ഓവർ ടു ഹാഷ്മി താജ് ഇബ്രാഹിം ഫോർ എൻകൗണ്ടർ. ഗുഡ് നൈറ്റ്.